ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈല ലേണിംഗ്. ഇറ്റ്സ് മീ ആനസ് അബ്ദുൽ നസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മള് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗിന്റെ പ്രോബ്ലം സോൾവിങ്ങിനകത്തുള്ള നമ്മുടെ ടൈപ്സ് ഓഫ് റേറ്റ്സ് പ്രോഗ്രാം കണ്ട് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ ആണ് നമ്മുടെ ഈ പറഞ്ഞ ടോക്കൺസിന്റെ ചാപ്റ്റർ. നമ്മുടെ കൊമേഴ്സിലാണെങ്കിൽ അത് ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് C++ എന്നും സയൻസിലാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ് എന്ന് അറിയപ്പെടുന്ന ഒരു കുഞ്ഞ് ചാപ്റ്റർ ഉണ്ട്. കാരണം നമ്മൾ ബേസിക്സ് പഠിക്കുന്ന ചാപ്റ്റർ അല്ലേ. അപ്പൊ അതിനകത്ത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഐഡന്റിഫയേഴ്സിന്റെ റൂൾസ് അല്ലേ. ഐഡന്റിഫയേഴ്സ് റൂൾസ് വളരെ എല്ലാവർക്കും വളരെ ടഫാണ് അല്ല, ടഫ് എന്നല്ല, അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ അത് നമുക്ക് പ്രോഗ്രാം കണ്ടു പഠിക്കാം. യെസ്, ശരിയല്ലേ. അപ്പൊ ഐഡന്റിഫയേഴ്സിന്റെ ഫസ്റ്റ് റൂൾ ആണ് പറയുന്നത്. ഫസ്റ്റ് റൂൾ പറയുന്നതാണ് എന്താണ് നമുക്ക് ഐഡന്റിഫയർ ആണെങ്കിൽ എന്തൊക്കെ മാത്രമേ കാണാവൂ. ഒന്നെങ്കിൽ എന്താണ് ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ മാത്രമേ കാണാവുള്ളൂ അല്ലെ. ഇടയ്ക്ക് സ്പേസ്, വൈറ്റ് സ്പേസ് ഒന്നും വരാൻ പാടില്ല അല്ലെ. ഇടയ്ക്ക് വൈറ്റ് സ്പേസ് ഒന്നും വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം, ഈ ഒരു പ്രോഗ്രാം നോക്കാം. ഈ ഒരു പ്രോഗ്രാമിനകത്ത് കേട്ടോ, ഈ ഒരു പ്രോഗ്രാമിനകത്ത് സാർ എന്താണ് എന്ത് കൊടുക്കുകയാണ്. യെസ്, ഈ ഒരു പ്രോഗ്രാമിനകത്ത് സൂം ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനകത്ത് സാർ എന്താണ് A1 എന്ന് കൊടുത്തേക്കാണ് അല്ലെ. അപ്പോൾ A1 സാർ എന്താണ് A സ്പേസ് 1 എന്ന് കൊടുക്കുകയാണ്. A സ്പേസ് 1 എന്ന് കൊടുത്തിട്ട് സാർ എന്താണ് റൺ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, താണ്ട കുറെ എറേഴ്സ് വരുന്നതാണ്. ഇവിടെ A1 സ്പേസ് എന്താണ് അലൗഡ് അല്ലെന്ന് ഇവിടെ എറർ വന്നു അല്ലെ. A1 സ്പേസ് വരാൻ പാടില്ല, കാരണം സ്പേസ് ഒരിക്കലും അലൗഡ് അല്ല, വൈറ്റ് സ്പേസ് ഒരിക്കലും അലൗഡ് അല്ല. ഓക്കെ, യെസ് സാർ വേറെ ആ സ്പേസ് അങ്ങ് മാറ്റി, ആ സ്പേസ് മാറ്റിയപ്പോൾ ആ എറർ മാറി. ഓക്കെ, ദെൻ വീണ്ടും റൺ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഔട്ട്പുട്ട് വരാന്ന് പറഞ്ഞിട്ട് അല്ലെ. യെസ് എടുത്ത് നോക്കാം. സാർ അതിന് പകരം എന്താണ് ഇവിടെ ഇടയ്ക്ക് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഐഡന്റിഫയർ ഒരിക്കലും നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാനിപ്പോ എന്താണ് റൺ കൊടുക്കുകയാണ്, എറർ വരില്ല നോക്കാം. യെസ്, നമ്പർ കൊണ്ട് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പറയപ്പെടും ന്യൂമറിക് കോൺസ്റ്റന്റ് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഒന്നെങ്കിൽ ആൽഫബറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ടോ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, വേറെ ഒന്നും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. യെസ്, ഓക്കെ. ഇടയ്ക്ക് പിന്നെന്താണ് മക്കളെ, പിന്നെ ഒരു ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആയിരിക്കണം. എന്നാൽ കേസ് സെൻസിറ്റീവ് ഈ ഇറങ്ങി മാറ്റുവാണ് കേട്ടോ. ഈ ഇറങ്ങി മാറ്റുവാണ് A1 എന്ന് തന്നെ കേട്ടോ. കേസ് സെൻസിറ്റീവ് ആയിരിക്കണം. അതായത് ഇവിടെ A1 ഞാൻ സ്മോൾ ലെറ്റർ A ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ. പക്ഷെ എന്താണ് ഞാൻ സാർ താഴെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് സാർ എന്ത് ചെയ്തു, ക്യാപിറ്റൽ A1 എന്ന് കൊടുക്കുകയാണ്. അവിടെ സ്മോൾ എ, ഇവിടെ ക്യാപിറ്റൽ എ. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാല് അപ്പർ കേസ് ലെറ്റേഴ്സിനെയും ലോവർ കേസ് ലെറ്റേഴ്സിനെയും ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതായത് പ്രോഗ്രാമിനകത്താണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എയും അല്ല ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം, റൺ ചെയ്ത് നോക്കാം. സ്മോൾ ലെറ്റർ, ഇത് ക്യാപിറ്റൽ ലെറ്റർ, സെയിം വേരിയബിൾ ആണെന്ന് വിചാരിക്കട്ടോ. അവിടെ നോക്കാം, എറർ വരും. കാര്യം ഇവിടെ എന്താണ്, ഇവിടെ സ്മോൾ ക്യാപിറ്റൽ A1 ആണ്, പക്ഷെ ഇവിടെ സ്മോൾ A1 ആണ് ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഡിഫറെന്റ് ആണെന്ന് പറയുവാണ്. ഇതാണ് ഡിഫറെന്റ് ആണെന്ന് പറയുകയാണ്. ഓക്കെ, ഇവിടെ പറയും A1 വാസ് നോട്ട് ഡിക്ലെയർ ഇൻ ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാമിനകത്ത് ക്യാപിറ്റൽ A1 ഡിക്ലെയർ ചെയ്തേ പോയില്ല, സ്മോൾ A1 മാത്രമേ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ കേസ് സെൻസിറ്റീവ് ആണ്. ഓക്കെ, യെസ്. പിന്നെ ഐറ്റം പറയാണ്, ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ, ഇത് എറർ മാറ്റുവാണ്, സ്മോൾ A1 ആണ്. പിന്നെ കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കോമ ഇട്ടു കൊടുക്കും. കോമ എവിടെയാണ്? കോമ എവിടെയാണ്? കോമ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പൊ എന്താണ് കീവേഡ്, ഞാൻ ഇപ്പൊ 4 എന്ന് പറഞ്ഞ കീവേഡ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എറർ വരുന്നത് എന്താ നമുക്ക് നോക്കാം. 4 എന്ന് പറഞ്ഞ കീവേഡ് ഞാൻ ഡിക്ലെയർ ചെയ്തേക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം എറർ എന്താണ് വരുന്നത്, നമുക്ക് നോക്കാം. 4. ഓക്കെ, അൺക്വാളിഫൈഡ് ഐഡന്റിഫയർ, അൺക്വാളിഫൈഡ് ID എന്ന് പറഞ്ഞാൽ മക്കളെ, അതായത് ഈ 4 എന്താണ് മക്കളെ, കീവേഡ് ആണ്. കീവേഡ് ഒരിക്കലും നമുക്ക് എന്താണ് ഈ ഐഡന്റിഫയർ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ ആ റൂൾസ് പ്രകാരം ചെയ്തില്ല എങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന പേര് ഒരിക്കലും എന്താ മക്കളെ പ്രോഗ്രാമിൽ അലോഡ് ആകില്ല. അതിനാണ് ആ റൂൾസ് പഠിപ്പിച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് റൂൾസ് പ്രകാരം തന്നെ ഇപ്പോൾ റൂൾസ് എന്തൊക്കെയാണ്, ഐഡന്റിഫയൻസ് റൂൾസ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ലെറ്റർ ആൽഫബറ്റ് കൊണ്ടോ അണ്ടർസ്കോർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, വേറെ ഒന്നും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, സ്പെഷ്യൽ അണ്ടർസ്കോർ അല്ല, വേറെ ഒന്നും വരാൻ പാടില്ല. ദെൻ കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർഡ് വരാൻ പാടില്ല. സ്പെഷ്യൽ സിമ്പിൾസ്, സ്പേസ് അലൗഡ് അല്ല. പിന്നെ നമുക്ക് കേസ് സെൻസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് മക്കൾ എന്താണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.